താഴെ ഇരിക്കുന്നവരെല്ലാം മുകളിലേക്ക് കയറി വരാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ കയറി വരാനായിട്ട് ചെന്ന് അറിയിക്കുക. കാരണം ഒരുപക്ഷെ കറണ്ട് വന്നില്ല എങ്കിലും ആ അവസ്ഥ നേരിടുവാൻ. കഴിഞ്ഞ 10 ദിവസം നാം ചിന്തിച്ചു, ദൈവവചനത്തിന്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ, കാരണം ദൈവവചനമാണ് നമ്മെ അനുഗ്രഹിക്കുന്നതിന് മുഖാന്തരം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നന്മകളും നമുക്ക് ലഭ്യമായി തീരുന്നത് ദൈവം നമ്മോട് സംസാരിക്കുന്നതിനോട് നാം എപ്രകാരം പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ അത് വ്യക്തമായി പറയുന്നത്, ദൈവവചനം പഠിപ്പിക്കുന്നവർക്ക് എല്ലാ നന്മയിലും ഓടിക്കും. നാം നന്മകളാൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ദൈവവചനത്തെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. അപ്പൊ ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അതിന് കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്: ദ ആറ്റിറ്റ്യൂഡ്, എസ്പെഷ്യലി ആറ്റിറ്റ്യൂഡ് ദാറ്റ് സേവ്സ്. നമ്മെ രക്ഷിക്കുന്ന മനോഭാവം, അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചത്. വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു പക്ഷേ ചിലരെങ്കിലും വേദനപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്ന സുവിശേഷകന്മാരെ കണ്ടിട്ടുണ്ട്. 25, 30, 40 വർഷം ദൈവവചനവുമായി ചില ഇടവകകളിൽ അധ്വാനിച്ചു കഴിയുമ്പോൾ, എന്നിട്ടൊരു തിരിഞ്ഞു നോട്ടം നടത്തുമ്പോൾ പലപ്പോഴും ഡിസ്കറേജ്മെന്റ്, നിരാശ ഉണ്ടാകാറുണ്ട്. കാരണം ഒരുപക്ഷെ വളരെ ആത്മാർത്ഥമായി ദൈവവചനം വിളമ്പുകയും കൈകാര്യം ചെയ്യും, വിതയ്ക്കുകയും പ്രഘോഷിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നാം ആഗ്രഹിക്കുന്ന തരത്തിൽ ഇടവകകളിൽ നിന്ന്, അംഗങ്ങളിൽ നിന്ന് ഒരു ആത്മിക വളർച്ചയോ വിശുദ്ധീകരണമോ കാണാതെ വരുമ്പോൾ പലപ്പോഴും നിരാശയുണ്ടാകാറുണ്ട്. ബൈബിളിൽ തന്നെ പല പ്രവാചകന്മാർക്കും കർത്താവ് യേശുക്രിസ്തു പോലും ആ തരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവം നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്, നാം വ്യക്തിപരമായിട്ടും തിരിച്ചറിയേണ്ട വിഷയമാണ്. കഴിഞ്ഞ പാഠത്തിൽ ചിന്തിച്ചതിലേക്ക് നമ്മൾ മടങ്ങിപ്പോകുന്നില്ല, എങ്കിലും ചില അടിസ്ഥാന കൺക്ലൂഷൻസ് മാത്രം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം പറയുകയുണ്ടായി, man can know the truth irrespective of what the agnostic says. പരിഹാസവാദികള്, സംശയവാദികള്, ദൈവനിഷേധികള് അവരെന്തൊക്കെ പറഞ്ഞാലും വളരെ വ്യക്തമാണ്, നാം എസ്റ്റാബ്ലിഷ് ചെയ്തു, മനുഷ്യന് സത്യം അറിയുവാൻ കഴിയും. Man can know the truth. മാത്രമല്ല, it is the most important blessing of the life. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് to have the knowledge of the Bible. ദൈവവചന പരിജ്ഞാനം. അതിന് തുലനം ചെയ്യുവാൻ, അതിന് തുല്യമായ മറ്റൊരു ഔന്നിത്യമില്ല, നേട്ടമില്ല, ശ്രേഷ്ഠതയില്ല. എന്തുകൊണ്ടാണ് അത്ര പെർസ്യുവേഷൻ, അത്ര സ്ട്രോങ് ആയിട്ട് കൺഫേം ചെയ്ത് നമ്മൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, there is a life after death. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റിന്റെ സ്റ്റാൻഡേർഡ് വചനമാണ്. അപ്പോൾ ദൈവവചനം എന്ന മാനദണ്ഡത്തിലൂടെയാണ് മനുഷ്യ ജീവിതം വിധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തില് ദൈവവചനം അറിയില്ല, ദൈവപരിജ്ഞാനം ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ മടയത്തരമാണ്. The most educated man in the world is the most uneducated fellow. ഇവിടെ എല്ലാ വിദ്യാഭ്യാസങ്ങളും ഉണ്ട്, എല്ലാ അറിവുകളും ഉണ്ട്, പക്ഷെ ദൈവവചനത്തെ കുറിച്ച് യാതൊന്നും അറിയില്ല. He is the uneducated fool. അപ്പൊ അത് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ടായിരിക്കണം. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായി സ്ഥാപിച്ച സത്യമാണ്. So Bible very emphatically declare the fact that the knowledge does not come easy. ഈ ഒരു പരിജ്ഞാനം എന്ന് പറയുന്ന നമ്മൾ അനേക വാക്യങ്ങള് ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ ഇനി പോകുന്നില്ല. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ വ്യക്തമായി പറഞ്ഞു, ഈ പരിജ്ഞാനം ലഘുവായി ലഭിക്കില്ല. ഈ പരിജ്ഞാനം ഡസ് നോട്ട് കം ഈസിലി. അതിനൊരു ഹാർഡ് വർക്ക് ആവശ്യമാണ്. അതാണ് നമ്മുടെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക. In the English Bible, that verse includes a phrase called hard work. അധ്വാനിക്കണം.
അപ്പൊ ഈ ഒരു ദൈവിക പരിജ്ഞാനം പെട്ടെന്ന് ലഭിക്കില്ല. അതിന് ഒരു അധ്വാനം ദൈവമക്കളുടെ ഭാഗത്ത് ആവശ്യമാണ്. സോ ഗോഡ് എക്സ്പെക്ട് മാൻ ടു യൂസ് ഹിസ് വേർഡ്. ദൈവം നൽകിത്തന്ന, ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ റെവലേഷൻ, ദൈവം നൽകിത്തന്ന ഈ വിശുദ്ധമായ വചനം, ദൈവം പറഞ്ഞ യു നീഡ് ടു യൂസ് ഇറ്റ്. നീ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് തന്നത്. മനോഹരമായിട്ട് തേക്കൻ തടിയിൽ ഷെൽഫ് ഉണ്ടാക്കിയിട്ട് അതില് കിങ് ജെയിംസ് വേർഷൻ, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ, ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ, അങ്ങനെ എല്ലാ വേർഷൻസും ഗോൾഡൻ ലെറ്റേഴ്സ് ഉള്ള എല്ലാ ബൈബിളും നിരത്തിയിട്ട് എന്റെ സ്പോട്ട് ലൈറ്റും കൊടുത്ത് അതും നോക്കി ചാരികസയിൽ ഇരുന്ന് ആസ്വദിക്കാൻ വേണ്ടിയുള്ളതല്ല. അല്ലെങ്കിൽ എന്തിന് എന്റെ ഏറ്റവും വലിയ ബില്ലുകള്, മെഡിക്കൽ റിപ്പോർട്ട്, കറണ്ട് ബില്ല്, വെള്ളത്തിന്റെ ബില്ല്, അത് സൂക്ഷിക്കാനുള്ള ഒരു ഗ്രന്ഥം. അതുമല്ലെങ്കിൽ ചിലർക്ക് കട്ടില് തലയുടെ കീഴില് രാത്രി പേടി വരാതിരിക്കാൻ വയ്ക്കുന്ന ഒരു സാധനം. ഇതിനല്ല ദൈവം വെളിപ്പെടുത്തിയത്. ഇതിനല്ല ദൈവം തന്റെ വിശുദ്ധമായ പരിജ്ഞാനം, സ്വർഗത്തില് വിശുദ്ധമായ ജ്ഞാനം ദൈവം ഭൂമിയിലേക്ക് ഇറക്കി തന്നത്. ഇങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യല്ല. ഗോഡ് എക്സ്പെക്ട്സ് മാൻ ടു യൂസ് ദ വേർഡ്. മനുഷ്യർ ദൈവവചനം ഉപയോഗിക്കണം. എസ്രായുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് എസ്ര ഇങ്ങനെ പറയും, യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാനും ഇസ്രയേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സ് വെച്ചിരുന്നു. എസ്രയുടെ മുറിയിലെ ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെക്കുകയല്ല. എസ്രയുടെ പുസ്തക ശേഖരത്തിലെ ബൈബിള്, വിവിധ ബൈബിള് ഇങ്ങനെ അടുക്കി വെക്കുകയല്ല. അവിടെ പറയുന്നത് അന്ന് ഇതേപോലെ പുസ്തക രൂപത്തിലില്ല, ചുരുളുകളാണ്, വളരെ സ്കേഴ്സ് കമോഡിറ്റിയാണ്. ചുരുക്കം ചിലർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. എന്നിട്ട് യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാൻ, അത് അനുസരിച്ച് നടപ്പാൻ, ഇസ്രയേലിൽ അതിന്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാൻ. So God wants every people of God to use the word. ആവർത്തന പുസ്തകം 29-28 പറയുന്നു, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളത്. In Malayalam Bible there is no verse 29, but maybe in English it is 29. ആവർത്തനം 29-28 മലയാളത്തിൽ പറയും, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളത്. അയ്യോ, കയ്യിൽ ഇവിടുന്ന് ഭാര്യ കിട്ടി എന്നുള്ളതല്ല നമ്മുടെ വിഷയം. എന്താണ് ഈ മല്ലന്മാർ, എന്താണ് ഈ കാലത്ത് മല്ലന്മാരുണ്ടായെന്ന് പറഞ്ഞാൽ അതെന്താണ്, അതിന്റെ പുറകെ നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളത്. പക്ഷെ അതേ സമയത്ത് നെക്സ്റ്റ് വേഴ്സ് പറയുന്നത് വെളിപ്പെട്ടിരിക്കുന്നവയോ. എന്തിനാണ് ആവർത്തനം 29-28 മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ. അത് ദൈവത്തിന്റെ കയ്യിൽ ഇരുന്നോട്ടെ, അത് അവിടെ അത് രഹസ്യമായി സംരക്ഷിക്കപ്പെടുന്നു, അതിന് യാതൊരു കോട്ടവും വരില്ല. That is safe in the custody of God, the secret things. Okay, let it be. പക്ഷേ വെളിപ്പെട്ടിരിക്കുന്നവയോ നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന്. എന്തിന്? നാം ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകും. അത് നമുക്ക് നമ്മുടെ മക്കൾക്കും കേൾക്കണം, അനുസരിക്കണം, നടക്കണം. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം, നെഹമ്യാവിന്റെ പുസ്തകത്തിൽ മനോഹരമായിട്ട് അവതരിപ്പിക്കും. നെഹമ്യാ സകല ജനത്തെയും വിളിച്ചു കൂട്ടും, എല്ലാവരോടും വായിച്ച് കേൾപ്പിക്കും. നെഹമ്യാ ഒരു പടി പ്രസംഗമെടുത്ത് കയറി നിൽക്കും. ജനമെല്ലാം തന്റെ കീഴിലായിരിക്കും, താൻ അവരുടെ മേലെ നിൽക്കും. അവരോട് വായിച്ച് കേൾപ്പിക്കും. അവരവിടെ തന്നെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനത്തോടെ സ്വീകരിക്കും. എന്നിട്ട് അതിന്റെ 10-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം അതിലേക്ക് നോക്കി. എസ്രാ, നെഹമ്യാ, എസ്തർ, യോബിന് തൊട്ട് മുമ്പ്, സംഗീതത്തിന് തൊട്ട് മുമ്പ്. നെഹമ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം. അനന്തരം അവൻ അവരോട്, നിങ്ങൾ ചെന്ന് മൃഷ്ടാന്നഭോജനവും മദ്യപാനീയവും കഴിച്ച് ഞങ്ങൾക്കായി വട്ടം കൂട്ടിയിട്ടുള്ള കൂട്ടാത്തവർക്ക് പകർച്ച കൊടുത്ത്. ഇനി അതിന്റെ 8-ാമത്തെ വാക്യം മാത്രം വായിക്കാം. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം തെളിവായി വായിച്ചു കേൾപ്പിക്കുകയും വായിച്ചത് ഗ്രഹിപ്പാൻ തക്കവണ്ണം അർത്ഥം ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു. ഈവൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ്, പഴയ നിയമകാലത്ത് പോലും നെഹമ്യാവ് ദൈവത്തിന്റെ വചനം വായിപ്പിച്ചും അത് കേൾപ്പിച്ചും അത് അർത്ഥം പറഞ്ഞു കൊടുത്ത് ഗ്രഹിപ്പിച്ചു. സങ്കീർത്തനം 19-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളില് ദൈവത്തിന്റെ വചനം അനുഗ്രഹിക്കുന്ന, നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കുന്നു പറയും. അത് പ്രാണനെ ശുദ്ധീകരിക്കുന്നു, അത് നിർമ്മലമാണ്, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, പ്രത്യാശ നൽകുന്നു. അങ്ങനെ പല പല അനുഗ്രഹങ്ങള് 19-ാം സങ്കീർത്തനം 7-ാം വാക്യം മുതൽ കാണാൻ കഴിയും. ഒന്ന് ഓടിച്ച് പെട്ടെന്നൊന്ന് വായിച്ച് കേൾക്കാം. അത് പെർഫെക്റ്റ്, ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആണ്. എന്ത് ചെയ്യും? നമുക്ക് ജീവിതത്തിലെ സംഘർഷം, അസ്വസ്ഥത, സ്ട്രെസ്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകള്, then go to the Bible, read the Bible, meditate on it. പ്രാണൻ തണുക്കും.
പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. ദൈവത്തിന് പല പേരുകളുണ്ട്. അതാണ് സാക്ഷ്യം. രണ്ടാമത്തെ പേര് അത് വിശ്വാസ്യമാകുന്നു. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതിന് കഴിഞ്ഞ ക്ലാസ്സോടെ പഠിച്ചു. വയോധികന്മാരെക്കാളും ഗുരുക്കന്മാരെക്കാളും ജ്ഞാനമുള്ളവനായി മാറുന്നു. അടുത്തത് യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ. യഹോവയുടെ ആജ്ഞ മറ്റൊരു പേര് നേരുള്ളവ. അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്. അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. മതി. ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങളുടെ ഒരു പരമ്പരയുണ്ട്. മാത്രമല്ല 119 സങ്കീർത്തനത്തില് അത് മുഴുവൻ, ആ സങ്കീർത്തനം മുഴുവൻ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ്. എസ്പെഷ്യലി വേഴ്സസ് 34 to 185. 119 സങ്കീർത്തനത്തിന്റെ 34 മുതൽ 185 വാക്യം വരെ ദൈവത്തിന്റെ വചനം എത്ര പ്രിയം. തേനിനേക്കാളും പൊന്നിനേക്കാളും തങ്കത്തെക്കാളും അതിന്റെ പ്രമാദം. രാവും പകലും അതിന്റെ ധ്യാനം. ഞാനതിൽ സന്തോഷിക്കുന്നു, ഞാൻ രസിക്കുന്നു, അതിന്റെ ചട്ടങ്ങളിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഏതെല്ലാം തരത്തിലാണ് ദൈവവചനം മനുഷ്യൻ ഉപയോഗിക്കണമെന്ന് ദൈവം വ്യക്തമാക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം 29 വാക്യങ്ങളില് ഇതാ ധനവാൻ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടുകൊണ്ട് പാതാളത്തിൽ കിടക്കുന്ന ധനവാൻ വിളിച്ചു പറയുന്നു, എന്റെ 3-4 ബന്ധുക്കൾ നാട്ടിലുണ്ട്, അവർക്കിതൊന്നും അറിയില്ല. ഞാൻ ഈ മരണാനന്തര അവസ്ഥയിൽ എന്താണെന്ന് അവർക്കറിയാതെ അവരുടെ സുഖലോലുപതയിൽ മുഴുകിക്കിടക്കുകയാണ്. അബ്രഹാമേ, പിതാവേ, നീ ആ ലാസറിനെ, അവർക്ക് എല്ലാവർക്കും ലാസറിനെ അറിയാം, കാരണം അവന്റെ വീട്ടിന്റെ വാതിക്കലാണ് കിടന്നത്. എന്റെ വീട്ടിൽ വന്നിട്ടുള്ളവരെല്ലാം അവനെ കണ്ടിട്ടുണ്ട്. അവൻ നിന്റെ മടിയിൽ പർദീസയിൽ ഇരിക്കുകയാണെന്നുള്ള കാര്യം ഭൂമിയിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മരണാനന്തരം ജീവിതം തലകുത്തി മറിയുമെന്നും ഇവിടെ കാണുന്ന അവസ്ഥയല്ല അവിടെ ചെല്ലുമ്പോഴൊന്നും ഇവിടെ കാണുന്ന രീതി അല്ല നമ്മൾ അവിടെ അനുഭവിക്കുന്നൊക്കെയുള്ള സത്യം എന്റെ സഹോദരങ്ങളെ അറിയിക്കുവാനായി ലാസറിനെ അവരുടെ അടുക്കിലേക്ക് അയക്കണമെന്ന് പറയുമ്പോൾ അബ്രഹാം പിതാവ് പറയുന്ന മറുപടിയുണ്ട്. എന്താണ്? അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അത് വായിച്ചവർ കേൾക്കട്ടെ. സോ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം പ്രതീക്ഷിക്കുന്നു, ദൈവം നൽകിയ വചനം ഇലക്ട്രിസിറ്റി ബില്ല് വെക്കാനോ തലയുടെ കീഴിൽ പേടി മാറ്റാൻ വേണ്ടിയുള്ളതല്ല. യു നീഡ് ടു റീഡ് ഇറ്റ്, ഗെറ്റ് ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇറ്റ്. വളരെ വ്യക്തമാണ്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയും, തിമോത്തിയോസെ, ഈ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഗ്രഹിച്ചുമുള്ളതിൽ നിലനിൽക്കുക. തിമോത്തിയോസ് അങ്ങനെ വളർന്നു. സൺഡേ കുട്ടികളെ നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ബാല്യം മുതൽ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം. 1 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 1 Timothy chapter 4 verse 13 ഞാൻ വരുവോളം വായന, പ്രബോധനം എന്നിവയില് ഉറച്ചിരിക്കാം. തിമോത്തിയോസെ, you need to spend more time with the word because ignorance is tragic. കാരണം അറിവില്ലായ്മ എന്ന് പറയുന്നത് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഒരു ദുരന്തമാണ്. ഇഗ്നറൻസിന്റെ ഭവിഷ്യത്തുകൾ ഒരുപക്ഷെ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ പരിജ്ഞാനത്തിന്റെ ആവശ്യകത ഭൂമിയിലുള്ള മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ളൂ. വേറെ ഒന്നുമല്ല ഭൂമിയിൽ മനുഷ്യന് വേണ്ടത്. മനുഷ്യന് വേണ്ടത് അവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ജ്ഞാനമാണ്. And if you are ignorant, what is going to happen? കാരണം ignorance first crucified Jesus Christ. അറിവില്ലായ്മയാണ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കാരണമായി മാറിയത്. പ്രവർത്തികളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം ഇങ്ങനെ കാണുന്നുണ്ട്. അത് തന്നെയാണ് ലൂക്കോസ് 23:34 യേശു ക്രൂശിൽ കിടക്കുമ്പോഴും പറഞ്ഞു. നമുക്ക് ആദ്യം വായിക്കാം പ്രവർത്തികൾ 3:17 വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായ്മയോടെ പ്രവർത്തിച്ചു. അറിയായ്മയോടെ പ്രവർത്തി. അതാണ് യേശുവിനെ കൊല്ലാൻ കാരണം. നിങ്ങളും ഞാനും നമുക്ക് പലപ്പോഴും വചനത്തിന്റെ പരിജ്ഞാനമില്ലാതെ യേശുവിനെ ഇനിയും ഇപ്പോഴും നാം ഒരുപക്ഷെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ലൂക്കോസ് 23:34 കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവര് വിദ്യാഭ്യാസമുള്ളവരായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നല്ല, ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് അറിയായികയാൽ. Father, they don't know what they are doing. They are in ignorance. മനുഷ്യന്റെ ഏറ്റവും വലിയ പാതകമാണ് പരിശുദ്ധനായ ദൈവപുത്രനെ നേരെ കാണിച്ചത്. ഭൂമി ചെയ്ത ഏറ്റവും വലിയ ശാപകരമായ ക്രൂര കൃത്യമായിരുന്നു what they did to the perfect sinless son of God. നിങ്ങൾ ഞാൻ നമ്മുടെ കർത്താവിനോട് ചെയ്യുന്ന ദ്രോഹമാണ് അവനെ കുറിച്ച് അറിയാതിരിക്കുമ്പോ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തില് പൗലോസ് അപ്പോസ്തലൻ പറയും, അത് ലോകത്തിലെ പ്രമുഖന്മാർ അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. സോ ഇഗ്നറൻസ് ക്രൂസിഫൈഡ് ജീസസ് ക്രൈസ്റ്റ്. അറിവില്ലായ്മ, സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല, ബൈബിൾ ക്ലാസുകൾ സഭ സംഘടിപ്പിക്കുന്നു, അതിൽ അറ്റൻഡ് ചെയ്യാൻ സമയമില്ല.
നമ്മൾ യേശുവിനെ ക്രൂശിക്കുന്ന പ്രവൃത്തിയോടുകൂടി ചെയ്യുകയാണ്. 2 എഫേസ്യ ലേഖനം 4:18 പ്രകാരം അറിവില്ലായ്മകള് സംഭവിക്കുന്ന മറ്റൊരു ദുരന്താവസ്ഥ എന്ന് ചോദിച്ചാൽ ജീവനുള്ള ദൈവത്തിന്റെ ആ ദൈവിക ജീവനിൽ നമ്മൾ അകന്നു പോകാൻ ഇടവരും. എഫേസ്യ ലേഖനം 4:18 വചനം പറയുന്നു, എഫെസോസിലുള്ള വിശ്വാസികളോട് പഴയകാല ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്. എഫേഷ്യൻ ചാപ്റ്റർ 4:18 അന്ധബുദ്ധികളായി എന്ത് നിമിത്തം? അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നു പോകുന്നു. They are separated or alienated from the life of God, the spiritual divine life. ആ ദൈവിക ജീവനാണ് നമ്മളെ നിലനിർത്തുന്നത്. അതുമായിട്ട് കണക്റ്റഡ് ആകുന്നത് only through the Bible, only through the knowledge of God. അത് നമ്മൾ അകറ്റി പോകുമ്പോൾ, വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ജീവനിൽ തന്നെയാണ് നമ്മൾ വിട്ടുപോകുന്നത്. ദൈവത്തിന്റെ ജീവൻ സ്പിരിച്വൽ ലൈഫിൽ നിന്ന് അകന്നു പോകുമെന്ന് അവിടെ വ്യക്തമാണ്. 1 പത്രോസ് 1:14 മറ്റൊരു പ്രശ്നം, ഇഗ്നറൻസിന്റെ അജ്ഞതയുടെ മറ്റൊരു പ്രശ്നം. 1 പത്രോസ് 1:14 പത്രോസ് പറയും, ഇറ്റ് ലീഡ്സ് ടു ഇഗ്നറൻസ്, ലീഡ്സ് ടു ഫോർബിഡൻ ലസ്റ്റ് ആൻഡ് ഡിസയേഴ്സ്. വിലക്കപ്പെട്ടിരിക്കുന്ന മോഹങ്ങൾ, വിലക്കപ്പെട്ടിരിക്കുന്ന താല്പര്യങ്ങൾ, ദൈവമക്കൾക്ക് അരുതാത്ത ചില ഇഷ്ടങ്ങൾ, അതിനോടിപ്പം താല്പര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? നീ ഒരു ബൈബിൾ വായനയില്ല, ബൈബിൾ സ്റ്റഡി പങ്കെടുക്കുന്നു. ഒരിക്കൽ ഛർദ്ദിച്ചു കളഞ്ഞതിനെയൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. And what happened? 1 Peter 1:14 1 പത്രോസ് 1:14 പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മതി. പണ്ട് അറിവില്ലാതിരുന്ന കാലത്ത്, പണ്ട് ദൈവിക പരിജ്ഞാനം, ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പരിജ്ഞാനം, സ്പിരിച്വലായുള്ള പരിജ്ഞാനങ്ങൾ ഒന്നുമില്ലാത്ത കാലത്ത് മോഹങ്ങൾ നമ്മളെ നയിച്ചിരുന്നു. മോഹങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു. മോഹം നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയിരുന്നു. പത്രോസ് പറയുന്നു, നീ ആ പരിജ്ഞാനം നിഷേധിക്കുമ്പോൾ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾക്ക് നീ വീണ്ടും അടിമയാകും. അപ്പോഴാണ് 1 തെസ്സലോനിക്കർ 4:5 പറയുന്ന പോലെ ഭാര്യമാരോട് കാമവികാരത്തോടു കൂടി ഇടപെടാൻ ശ്രമിക്കും. 1 Thessalonians chapter 4:5 അറിവില്ലായ്മയുടെ മറ്റൊരു സൂചനയാണ്. ബന്ധങ്ങൾ പരിശുദ്ധമായി കൈകാര്യം ചെയ്യാനുള്ള അറിവ് നഷ്ടപ്പെടും. 1 Thessalonians 4:5 പറയുന്ന ഒരു സെന്റൻസ് ആണത്. 1 തെസ്സലോനിക്കർ 4 അതിന്റെ 5 വാക്യം. കണ്ടുപിടിക്കാൻ വിട്ടുവിട്ടാണ് നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്താലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തന്റെ പാത്രത്തിൽ വൈഫ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പ് നേടിക്കൊള്ളട്ടെ. ദൈവത്തെ അറിയാത്ത മനുഷ്യർ, ജനീക മനുഷ്യരെ പോലെ അല്ല ദൈവമക്കളുടെ റിലേഷൻഷിപ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇടപെടുന്നത്? എന്തുകൊണ്ടാണ് ഇടപെടുന്നത്? ദ ആറ്റിറ്റ്യൂഡ്, മനോഭാവം produces the character. Why he is behaving like that? Why he is saying so? Why he is acting like that? There is only one reason Bible says, because his attitude is like that. മനോഭാവം, അതാണ് പ്രശ്നം. മത്തായി 22 റോമലേഖനം 10:3 another reason, another product of ignorance that precipitates the establishment of one's own righteousness. റോമലേഖനം 10:3 പൗലോസ് അപ്പോസ്തലൻ സ്വന്തം ജാതികളായ യഹൂദന്മാരെ കുറിച്ച് വേദനയോടുകൂടി സംസാരിക്കുമ്പോൾ, വാഞ്ചയോടെ, ഹൃദയവാഞ്ചനയോടെ, പ്രാർത്ഥനയോടെ സംസാരിക്കുമ്പോൾ 3 വാക്യം പറയും, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ. അതുകൊണ്ടാണ് ചിലരോട് എത്ര ശാസിച്ചാലും, എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര ഉപദേശിച്ചാലും, വാട്ട് എവർ ടീച്ചിങ് വി മേ ഗിവൺ, വാട്ട് എവർ എക്സോർട്ടേഷൻ വി മേ ഡു, ബട്ട് ദേ വിൽ നെവർ ചേഞ്ച്, ദേ വിൽ ഹോൾഡ് ഓൺ ദെയർ ഡിസിഷൻസ്. അവർ ഇല്ല, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യും. കാരണം എന്താണ്? ഇഗ്നറൻസ്. തെറ്റായ കാര്യങ്ങളോട് കൂട്ടായ്മ പുലർത്തിയാൽ, വിശുദ്ധനും അശുദ്ധനുമായി ഇണയില്ലാപ്പണ കൂടിയാൽ, ദൈവത്തെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്ത കോട്ടിക്കളയുന്നവരുമായിട്ട് ഇണയില്ലാപ്പണ കൂടിയാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താലും സമ്മതിക്കില്ല. സ്വന്തം നീതി സ്ഥാപിക്കാൻ ഇഷ്ടപ്പെടും. ഞാൻ എടുത്ത തീരുമാനത്തിൽ തന്നെ ഞാൻ തുടരും. അനന്തരഫലം എന്താണ്? നാശമുണ്ടാകും. സ്വന്തം നാശത്തിനായിട്ടാണ് സംഭവിക്കുന്നത്. അത് ബൈബിളിൽ പറയുന്ന കാര്യമാണ്. സോ മാത്യു 22:29, മത്തായി 22:29 ഒരു സ്ത്രീ 7 വരെ കല്യാണം കഴിക്കും. ആ വിഷയം എടുത്തുകൊണ്ട് പരീശന്മാർ
പുനരുത്ഥാനം ഇല്ലെന്ന് പറയുന്ന പരീശന്മാർ യേശുവിനെ കുടുക്കിൽ കുടുക്കുവാൻ, കെണിയിൽപ്പെടുത്തുവാൻ ആ വിഷയമെടുത്ത് യേശുവിന്റെ അടുക്ക വന്നിട്ട് വലിയ വീരവാദം മുഴക്കുന്ന പോലെ ചോദിക്കും, ഇതിൽ ആരുടെ ഭാര്യയായിട്ട് തീരും ഈ സ്ത്രീ? നിങ്ങൾ പറയുന്ന പോലെ പുനരുത്ഥാനം ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായി തീരും? യേശു പറഞ്ഞ മറുപടി ഇതാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവഴുത്തുകളും ദൈവശക്തിയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകും. So, ignorance causing the individual to commit mistake or to err. അറിവില്ലായ്മയാണ് തെറ്റിന് കാരണം. അറിവുണ്ടാകുന്ന വചനത്തിലൂടെയാണ്. 2 പത്രോസ് 3:1-9 എഴുതിയിടുക. 2 Peter chapter 3 verse 1-9 പത്രോസ് പറഞ്ഞു കൊടുക്കും, വിശുദ്ധ പ്രവാചകൻ മുഖാന്തരം നൽകിത്തന്ന വചനങ്ങളും നിങ്ങൾ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതമായിട്ടുണ്ടെന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. കാരണം യേശുവിന്റെ വരവിനെ കുറിച്ച് നിഷേധിക്കുന്ന പരിഹാസത്തോട് അന്ത്യകാലത്ത് വരും. അവർ പറയും ഭൂമി എന്തും ഇങ്ങനെ തന്നെയായിരിക്കും. സ്റ്റഡി സ്റ്റേറ്റ് തിയറി, ഭൂമിയുടെ നിലനിൽപ്പിനെ കുറിച്ചുള്ള മറ്റൊരു ശാസ്ത്രം. നൂറ്റാണ്ടുകളെ 25,000 ബില്യൺ വർഷങ്ങളായിട്ട് ഭൂമി ഇങ്ങനെ നിലനിൽക്കുകയാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറി, ബിഗ് ബാങ് തിയറി പോലെ, പൊട്ടിത്തെറിയിൽ ഉണ്ടായെന്ന് പറയുന്ന പോലെ. മറ്റൊരു തിയറിയാണ് ദൈവത്തെ നിഷേധിക്കുന്നവരുടെ തിയറിയാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. പക്ഷെ ദൈവം പറയുന്നു ഭൂമി ഒരിക്കൽ ഉണ്ടായതാണ്, ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ ലോകത്തിലെ സയൻസ് പരമായിട്ടുള്ള സിദ്ധാന്തങ്ങള് ടിവിയിലൂടെ കാണുന്ന ചർച്ചകളുടെ മുമ്പിൽ നമ്മൾ കണ്ണുമുറപ്പിച്ചിരുന്നു പോകും. കാരണം നമ്മൾ അജ്ഞരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിനോട് പാട്ടിന് പോകും. കാരണം പോയി കിടന്ന് ഉറങ്ങിയാൽ അത്ര ആശ്വാസം കിട്ടും. ഈ മുട്ടാപ്പൊക്കെ ന്യായം കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യം നമുക്കില്ല. ഭൂമി നമ്മുടെ ദൈവം സൃഷ്ടിച്ചതാണ്. അത് ഉണ്ടായ പഴയ ഭൂമി ദൈവം നശിപ്പിച്ചു. നോഹയുടെ കാലത്തുണ്ടാക്കിയ പുതിയ പുതുക്കപ്പെട്ട ഭൂമിയാണ് ചിതറിക്കളഞ്ഞു ദൈവം ഭൂമിയുടെ മുഖത്തെ തന്നെ. അത് ഒറ്റക്കര, വെള്ളം ഒരു ഭാഗത്ത്, കര ഒരു ഭാഗത്ത്. ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടായ സമ്മർദ്ദ നിമിത്തം പ്രളയകാലത്ത് ഭൂമിയുടെ ഉപരിതലം വിണ്ട് കീറിപ്പോയി. അതിനുമുമ്പ് ആകാശത്തേക്ക് വെള്ളത്തിന്റെ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. എയർ കണ്ടീഷൻ സമാനമായ അന്തരീക്ഷം ഭൂമിക്ക് നൽകുന്ന തരത്തിൽ അന്ന് മഴയില്ലായിരുന്നു. പിന്നീടാണ് മഴ ഉണ്ടായത്. അന്നുവരെ മഞ്ഞാണ് ഭൂമി നനച്ചത്. ഇത് ദൈവത്തിന്റെ വചനം പറയുന്നു. വിശ്വസിക്കണമെങ്കിൽ പ്രൊഫസറുടെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടത്, ദൈവവചനത്തിലുള്ള വിശ്വാസം വേണം. അത് പറയും കേൾക്കും പരീക്ഷ ചെയ്തു, പക്ഷേ വിശ്വസിക്കുന്നത് വചനപ്രകാരമായിരിക്കണം. അപ്പോൾ അറിവില്ലായ്മ. പ്രവർത്തികൾ 17-29-30 Acts chapter 17:29-30 പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് അരിയോഗപന്തി അല്ലെങ്കിൽ അഥേനയിൽ ചെന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രവർത്തികളുടെ പുസ്തകം 17-29-30 വാക്യങ്ങളിൽ ഇങ്ങനെ പറയും, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊന്ന്, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുന്ന ദൈവം കൽപ്പിക്കുന്നു. God is commanding to repent. ഏതെങ്കിലും വിഷയങ്ങള് ലോകത്തിലെ ഏതെങ്കിലും പ്രൊഫസർമാരോ സയന്റിസ്റ്റുകളോ ഫിലോസഫേഴ്സോ ഏതെങ്കിലും എക്കണോമിസ്റ്റുകളോ ജിയോളജിസ്റ്റുകളോ ഏതിസ്റ്റുകളോ പഠിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഇസത്തിന്റെ ചിന്താഗതികളാണ് നമ്മെ നയിക്കുന്നതെങ്കിൽ ദൈവം പറയുന്നു, യു നീഡ് ടു റിപ്പന്റ് ചൈൽഡ് ഓഫ് ഗോഡ്. ദൈവ പൈതലേ, നീ മാനസാന്തരപ്പെടണം. ദൈവവചന സത്യത്തിന് നീ കീഴ്പ്പെടണം. നീ അനുഗ്രഹിക്കപ്പെടും. ലേവ്യാപുസ്തകം 4-5 അധ്യായങ്ങളില്, ലേവ്യാപുസ്തകം 4-5 അധ്യായങ്ങൾ, സംഖ്യാപുസ്തകം 15 അബദ്ധവശാൽ എന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ അത് പ്രമാണിക്കുള്ള യാഗമുണ്ട്, സഭയ്ക്ക് മൊത്തത്തിലുള്ള യാഗമുണ്ട്, വിരോധ യാഗമുണ്ട്. വിഷയം അബദ്ധവശാൽ. സപ്പോസ് യു ആർ ഇഗ്നറന്റ് ആൻഡ് യു ഡു സംതിങ് റോങ്. ദൈവത്തിന് അറിയാം മനുഷ്യന്റെ അവസ്ഥകള്. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ, നിനക്ക് അറിയില്ലായിരുന്നു പാപമാണ്, സംഖ്യാപുസ്തകം 15 ലേവ്യാപുസ്തകം 4-5 ലിസ്റ്റ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അടുത്തത് റോമലേഖനം 10:2. റോമലേഖനം 10-2 വാക്യത്തില് മറ്റൊരു കാരണം ഇഗ്നറൻസ് നമ്മളെ നയിക്കുന്ന മറ്റൊരു അവസ്ഥ. റോമർ 10:3 വായിച്ചതാണ്. 10:2 ശ്രദ്ധിച്ച് വായിച്ച് കേൾക്കാം. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ അവർക്ക് സാക്ഷ്യം പറയും. അറിവില്ലായ്മകൾ that makes you a victim of misguided sin. ചില മനുഷ്യർ ചൂടാകുന്ന കണ്ടിട്ടുണ്ട്, ചില മനുഷ്യർ തിളയ്ക്കുന്ന കണ്ടിട്ടുണ്ട്, ചില മനുഷ്യർ എടുത്തു ചാടുന്ന കണ്ടിട്ടുണ്ട്. നിസ്സാര കാര്യത്തിന് വേണ്ടി
ദൈവസഭ അപമാനിക്കപ്പെട്ട കാര്യത്തിലോ ദുരുപദേശം പരക്കുന്ന കാര്യത്തിലോ കർത്താവിന്റെ സഭയിൽ ദൈവം ആക്കി വെച്ചുള്ള ശുശ്രൂഷകൻ അപമാനിക്കപ്പെടുന്ന കാണുമ്പോഴോ വാ തുറക്കാൻ ഒന്നും കഴിയാറില്ല. നിസ്സാരമായ കാര്യത്തിന് എരിവും ചാട്ടവും തീഷ്ണവും ജ്വലിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ. റോമലേഖന പശ്ചാത്തലം എന്ന് പറയുകയാണ്. പൗലോസ് പറയുകയാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അവർക്ക് പരിജ്ഞാനമില്ലെങ്കിലും എന്തുണ്ട്? എരിവുണ്ട്. ആവശ്യമില്ലാത്ത എരിവ്. എരിവ് വേണം, അത് പരിജ്ഞാന പ്രകാരമായിരിക്കണം. ദൈവമക്കളുടെ നടുവിൽ അശുദ്ധി കണ്ടാൽ എരിയണം, ഫീനഹാസിനെ പോലെ ജ്വലിക്കണം. ഉപദേശം തെറ്റിക്കുമ്പോൾ ജ്വലിക്കണം. പൗലോസ് പറഞ്ഞ ആ പ്രമാണികൾക്ക് ഒരു നാഴിക പോലും ഞാൻ എന്ത് ചെയ്തില്ല? വിട്ടുകൊടുത്തില്ല. അതാണ് എരിവ്. അതായിരിക്കണം ദൈവ പൈതലിന്റെ എരിവ്. ഇത് റോമലേഖനത്തിലെ പോലുള്ള എരിവാകരുത്. 1 തിമോത്തിയോസ് 1:13 1 Timothy chapter 1 verse 13. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ എന്ത് പറയുന്നു? പൗലോസ് അപ്പോസ്തലൻ യുവാവായ തിമോത്തിയോസിനോട് പറയുകയാണ്, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരമായിരുന്നു. പക്ഷെ അതെങ്ങനെയാ സംഭവിച്ചത്? അവിശ്വാസത്താൽ, അറിയാതെ. Yes, I realize I was in ignorance. ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചപ്പോൾ എനിക്കറിയാം അത് അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ ഇനിയും മാനസാന്തരപ്പെട്ടേ പറ്റൂ. ബ്ലസ്ഡ് ആണ്. അറിയായ്മ കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. യേശു പ്രാർത്ഥിച്ചു, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായില്ല, ഇവരോട് ക്ഷമിക്കും. പക്ഷെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം. ഗോഡ്, ബിക്കോസ് ഓഫ് മൈ ഇഗ്നറൻസ് ഐ ഡിഡ് ഇറ്റ്. നമ്മൾ സമ്മതിക്കണം ദൈവത്തിന്. യോഹന്നാൻ 15:20-21 വാക്യങ്ങളിലും കർത്താവ് യേശു ശിഷ്യന്മാരോട് പറയുമ്പോൾ, എന്നെ ഉപദ്രവിച്ചെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കും, എന്റെ വചനം കേട്ടുവെങ്കിൽ നിങ്ങളുടെ വചനം കേൾക്കുമെന്നല്ല ഉറപ്പ് കൊടുക്കുമ്പോൾ യോഹന്നാൻ 15:20-21 വാക്യങ്ങളിൽ യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു. നോക്കാം. എന്റെ 20-21 വാക്യത്തിന്റെ അവസാന ഭാഗത്തില് കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. 21 അവസാനം മാത്രം, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായതുകൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും ദൈവമക്കൾ ശിഷ്യന്മാർ ഉപദ്രവിക്കപ്പെട്ടു, ദൈവമക്കളായവർ അപമാനിക്കപ്പെട്ടു. യേശു പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിച്ചവർക്ക്, അപമാനിച്ചവർക്ക് ദൈവമാണെന്നറിയില്ല. അവർക്ക് ദൈവമാണെന്ന് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. 2 പത്രോസ് 3:16 മറ്റൊരു കാരണം, അച്ഛൻ നമ്മളെ നയിക്കുന്ന, ലീഡ് ചെയ്യുന്ന മറ്റൊരു അവസ്ഥ, ignorance will lead you to twist the scriptures to our own destruction. 2 പത്രോസ് 3:16 പത്രോസ് പറയുന്നുണ്ട്, ചിലരെന്ത് ചെയ്യും? സ്വന്തം നാശത്തിനായി അറിവില്ലായ്മ കൊണ്ട് തിരുവെഴുത്തുകളെ എന്ത് ചെയ്യും? കോട്ടിക്കളയും. അവരെ സഹായിക്കുന്ന ഫോറിൻ സായിപ്പിന് വേണ്ടിയോ, ഇംഗ്ലണ്ടിൽ നിന്നുള്ള, അമേരിക്കയിൽ നിന്നുള്ള, കാനഡയിൽ നിന്നുള്ള, ഇറ്റലിയിൽ നിന്നുള്ള അവരുടെ സ്പോൺസറിന് വേണ്ടിയോ ദൈവത്തിന്റെ സത്യം അറിയാമായിരുന്നിട്ടും ആ സത്യം സ്വാർത്ഥമായ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി വചനം മനഃപൂർവ്വം കോട്ടിക്കളയും. വചനം പറയുന്നത് അവരുടെ സ്വന്തം നാശത്തിനാണ്, അറിയായ്മ കൊണ്ടാണ്. 2 Peter chapter 3:16. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ശരിയാണ്. ദൈവം പൗലോസെ നിന്റെ ലേഖനങ്ങളിലെ നമ്മുടെ ആത്മീയ വളർച്ചയുടെ തോതനുസരിച്ച് എല്ലാം എപ്പോഴും മനസ്സിലാകണമെന്നില്ല. അത് ഗ്രഹിപ്പാൻ പ്രയാസമുള്ള പലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിര ജീവിതത്തിൽ ആത്മീയ സ്ഥിരതയില്ല. ചാഞ്ചാടുന്ന ആരെന്ത് പറഞ്ഞാലും കേൾക്കും. എല്ലാ ചാനലും ഒരേപോലെ കാണും. കർത്താവിന്റെ സഭയുടെ ഉപദേശം അറിയില്ല, പഥ്യവചനം അറിയില്ല. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ഉപനിധി എന്താണെന്ന് ഇന്നും വ്യക്തമല്ല. ആര് പ്രാർത്ഥിച്ചാൽ ആമേൻ പറയും. ആര് എഴുതിയ പുസ്തകം വായിച്ച് കാണാപ്പാടെ വായിച്ചിട്ട് പ്രസംഗിക്കും. ഇത് അടുത്ത തലമുറയ്ക്ക് ഒരിക്കലും കൊള്ളാവുന്ന അവസ്ഥയല്ല. That is not the safe method. You can read any book, but provided you should be a matured person to see the difference. പുസ്തകങ്ങളൊക്കെ വായിക്കാം, CLS-ലും ബൈബിൾ സൊസൈറ്റിയിലും ഇടുന്ന എല്ലാ പുസ്തകങ്ങളും വായിക്കാം. But provided the reader should be able to distinguish, differentiate the right doctrine and the wrong doctrine. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ തലയോട്ടിയുടെ പടം കാണും ചില പേജുകളിൽ. ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം, വിവേചനം ഉണ്ടായിരിക്കണം. അത് ആവശ്യമാണ്. ഒന്നുകൂടെ നോക്കാം വാക്യങ്ങൾ. അറിവില്ലാത്തവരും സ്ഥിരതയില്ലാത്തവരുമായ അനേകർ എന്ത് ചെയ്യുന്നു? അതിനെ
അറിവില്ലാത്തവരും അസ്ഥിരവുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും എന്ത് ചെയ്യുന്നു? നാശത്തിനായി അവിടെ സ്വന്തം നാശത്തിനായി കോട്ടിക്കളയുന്നു. നമുക്കതിന് അവകാശമില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം. ഞാൻ ആത്മീയം വളർന്നു കഴിയുമ്പോൾ ഞാൻ അന്വേഷിക്കാൻ, ചോദിച്ച് പഠിച്ചിട്ട് പറയാം. എന്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് സ്ഥാപിക്കരുത്. എന്റെ അവകാശം നമുക്കില്ല. കൊഞ്ഞിന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്ത ബൈബിള് പോലും സൂക്ഷിച്ച് വാങ്ങിച്ചു കൊടുക്കാവൂ. ഈസി ടു റീഡ് വേർഷൻസ് ഉണ്ട്. നല്ല പടങ്ങളുള്ള ഇലിസ്ട്രേറ്റഡ് ബൈബിൾ ഉണ്ട്. പക്ഷെ ബൈബിൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പല സംഘടനകളും ബൈബിൾ ഇൻസ്പയർഡ് ആണെന്ന് വിശ്വസിക്കാത്തവരാണ്. വെർബൽ പ്ലീനറി ഇൻസ്പിറേഷൻ, അതായത് ബൈബിളിലെ ഓരോ വാക്കുകളും ദൈവസ്വാസ്യമാണെന്ന് വിശ്വസിക്കാത്ത സംഘടനകള് പ്രസിദ്ധീകരിച്ച ബൈബിൾ ഷെൽഫിൽ ഇഷ്ടം പോലെയുണ്ട്, നിറയെ പടങ്ങളുമായി. ഒരു ബൈബിളൊക്കെ പ്രസന്റ് ചെയ്യുമ്പോൾ കൃത്യമായി പരിശോധിച്ചിരിക്കണം അത് യഥാർത്ഥത്തിൽ ആരുടെയാണ് ബൈബിൾ. സ്കോഫീൽഡ് ബൈബിൾ ഉണ്ട്, ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ഉണ്ട്, യഹോവ സാക്ഷികളുടെ. ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്ന പറയുന്നതാണ് സ്കോഫീൽഡ് ബൈബിൾ. ഒരു ബൈബിൾ വായിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കണം. അത്രയ്ക്കും വളരെ ജ്ഞാനത്തോടെയാണ് ശത്രു ഇഴഞ്ഞ് ഭൂമിയിലെ ദൈവമക്കളെ തകർക്കാൻ കെണിയൊരുക്കിയിട്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പരിശുദ്ധമായ ഉപദേശ സംഹിത ഭദ്രമല്ല എങ്കിൽ എന്തുവഴി കയറിയും ചോദിച്ചാൽ സ്വന്തം നാശത്തിനായിട്ട് എന്ത് ചെയ്യുന്നു? അവർ അതിനെ കോട്ടിക്കളയുന്നു. മത്തായി 13:15 മറ്റൊരു കാരണം. മത്തായി 13:15 അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, അവർ കണ്ണാൽ കാണും, ഗ്രഹിക്കില്ല, കേൾക്കും, മനസ്സിലാക്കില്ല. എന്തുകൊണ്ട്? എന്ത് സംഭവിക്കും? ഞാൻ കൈനീട്ടി എനിക്ക് അവരെ സൗഖ്യമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് എന്ത് സംഭവിക്കുന്നു? That keeps one from being converted or being transformed or sanctified. അറിവില്ലായ്മ കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഈ വിഷയം കഴിഞ്ഞ 10 ദിവസം പഠിച്ചത് എന്താണ് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് സ്വയം ചോദിച്ചു നോക്കിയാൽ മതി. ഇവിടെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതിലേക്ക് താഴോട്ട് വരാം. അപ്പോൾ ignorance will keep one from being converted or transformed. നമ്മുടെ അറിവില്ലായ്മകളാണ് പലപ്പോഴും ശുദ്ധീകരിക്കപ്പെടുന്നതിന് തടസ്സം. അവസാനമായ ലിസ്റ്റില് ഇഗ്നറൻസിന്റെ എഫക്ട് നോക്കുമ്പോൾ അവസാനമായി 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 7 മുതൽ 10 വരെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശക്തിയുള്ള ദൂതന്മാരുമായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവത്തെ അറിയാത്തവർക്ക് എന്ത് സംഭവിക്കും? നിത്യനാശം എന്ന ശിക്ഷാവിധി. ദൈവം പ്രതികാരം നൽകും. Ignorance will cause people to ultimately lost. അറിവില്ലായ്മ ഒരു ന്യായമായി ദൈവം സ്വീകരിക്കില്ല. നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തു സത്യം അറിയാൻ കഴിയും. സത്യം അറിയാൻ കഴിയും. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നിട്ടില്ല. നിങ്ങൾ സത്യം അറിയുകയും, കഴിഞ്ഞ ആഴ്ചത്തെ നോട്ട് നോക്കിയാൽ മതി, ഏകസത്യദൈവം നിന്നെയും നീ യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ. അറിയുക എന്ന വാക്ക് എത്ര തവണയാണ്? So a child of God should increase in the knowledge of the word of God. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് ദൈവനെ പരിജ്ഞാനം പ്രാപിക്കണം. എന്ത് വേണം? diligent personal study വേണം, വ്യക്തിപരമായ പഠനം വേണം. Attending all the classes and services of the church. സഭ ഒരുക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും ക്ലാസ്സുകളും കഴിയുമെങ്കിൽ പങ്കെടുക്കണം. ആ സഭയിലെ അംഗത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ചിലപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു വീട്ടില് കുട്ടികളെ ബന്ധമായിട്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് കൂടി. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും വന്നത് എന്തിനാണ്? അവിടെ വന്നത് ആ പാട്ടിൽ പങ്കെടുക്കാനാണ്. നിങ്ങൾ വന്ന് ദൈവമക്കളെ നിങ്ങൾ പാടാൻ വേണ്ടിയാണ് വന്നത്. പ്രാർത്ഥനയ്ക്ക് ആമേൻ പറയണം. ദൈവനം പ്രസംഗിക്കുമ്പോൾ വചനം വായിച്ച് സഹായിക്കണം. അതിനാണ് യാത്ര ചെയ്യുന്നത്. വലിയ നടക്കുന്ന റിഫ്രഷ്മെന്റിന് വേണ്ടിയല്ല, അവിടെ ഉള്ളവരെ കാണാൻ വേണ്ടിയല്ല. ദൈവപൈതലിന് ഒരു കൂട്ടായ്മയിൽ ഉത്തരവാദിത്വമുണ്ട്. ഒരു മെമ്പർ ആയിരിക്കുമ്പോൾ അവിടെ ഉത്തരവാദിത്വമുണ്ട്. ഓരോ ദൈവമക്കളുടെ ആത്മീയ വളർച്ചയ്ക്കും വിശ്വാസത്തിന്റെ വളർച്ചയ്ക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഉയർച്ചയ്ക്കുമാണ് സഭയുടെ ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം നാളെ ദൈവത്തോട് കണക്ക് പറയേണ്ടി വരും. ശ്രദ്ധിക്കുക. സോ യൂസ് എവറി ഓപ്പർച്യൂണിറ്റി. എന്നിട്ട് സദൃശവാക്യം പറയുന്നില്ലേ, ആസ്ക് ഗോഡ് ടു ഹെൽപ്പ്. ബൈബിൾ പഠിക്കുക, വായിക്കുക. ഇവിടെ തന്നെ താഴെ എത്രയോ ബുക്കുകളുണ്ട്. മലയാള ബുക്കുകൾ കുന്നുകൂടി കിടക്കുന്നുണ്ട്. ഇംഗ്ലീഷുകൾ വെക്കാൻ സ്ഥലമില്ലാതെ മല പോലെ കിടക്കുകയാണ്. എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്? ഇതൊക്കെയാണ് നമ്മളെ വളർത്താൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങൾ.
സോ 3 കാര്യങ്ങൾ: diligent personal study, സമർപ്പിക്കപ്പെട്ട വ്യക്തിപരമായ പഠനം; 2, attending all the opportunities created by the church, സഭ ഒരുക്കുന്ന എല്ലാ പഠന അവസരങ്ങള്; and 3, using all the means at disposal. ട്രാക്ട് ആകട്ടെ, പുസ്തകമാകട്ടെ, ബുക്ക്ലെറ്റ് ആകട്ടെ, മാഗസീൻസുകളാകട്ടെ, കർത്താവിന്റെ സഭയുടെ വായിക്കണം. എന്റെ വീട്ടിൽ അടുക്കി വെക്കുന്ന റീഡേഴ്സ് ഡൈജസ്റ്റിനെ സ്വർഗത്തിൽ എത്തിക്കില്ല. ദൈവവചനം അത് വായിച്ചു പഠിക്കണം. യാക്കോബ് 1:25 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. One must look into. യാക്കോബ് 1:25 വാക്യം. ജെയിംസ് chapter 1:25. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി. നോക്കാം, പ്രത്യേകമായ വാക്ക് നമ്മുടെ പഠിച്ചു എടുത്തു കാണിച്ചു വന്നു. ഉറ്റുനോക്കി, അതിൽ നിലനിൽക്കുന്നവനോ, ഉറ്റുനോക്കി നിലനിൽക്കുന്നവനോ, കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനോ. അവനത് നോക്കാം. ഉറ്റുനോക്കി നിലനിൽക്കുന്നവൻ കേട്ടു മറക്കില്ല. പ്രവൃത്തി ചെയ്യുന്നതിൽ താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാണ്. Yes, he is the blessed man. എനിക്ക് അനുഗ്രഹം വേണം, എനിക്ക് അനുഗ്രഹം വേണം. നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം ആവശ്യമാണ്. ജീവിതത്തിലെ ഓരോ ക്രൈസിസ്, ബുദ്ധിമുട്ടുകള്, രോഗാവസ്ഥകള്, ഐസിയുല്, ഓപ്പറേഷൻ ടേബിളില്, മാറാ രോഗം, പല പ്രശ്നങ്ങള്, ക്രൈസിസ് നേരിട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കിതിലൂടെ കടന്നു പോകണം. ഇവിടെ നിന്നെ ഈ രോഗാവസ്ഥ മാറ്റിയില്ലെങ്കിലും ഇവിടെ കടന്നു പോകണം. ബലം ഞാൻ തരും. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടും? ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്നല്ല, ബാറ്ററി കടയിൽ നിന്നല്ല, പെട്രോൾ പമ്പിൽ നിന്നല്ല, എന്റെ വചനത്തിനകത്ത്. സ്വാതന്ത്ര്യ തിരിഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നതിൽ ഭാഗ്യവാൻ. നമ്മൾ കണ്ടു ആ വാക്ക് ലുക്ക് ഇൻടു. ലുക്ക് ഇൻടു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദാറ്റ് മീൻസ് ലുക്ക് കെയർഫുള്ളി. ശ്രദ്ധിച്ചു നോക്കുക. ഉദാഹരണം, ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോ മനസ്സിൽ വന്ന ഉദാഹരണം, ഉടൻ വന്ന ഉദാഹരണം, ലോട്ടറി ടിക്കറ്റിന്റെ റിസൾട്ട് വന്നു. 50 കോടിയാണ് 1ാം സമ്മാനം. ഞാനും 5 ടിക്കറ്റ് എടുത്ത്. ടിക്കറ്റ് എടുക്കുന്ന ദൈവമക്കൾക്ക് നല്ലതല്ല, ഇല്ല, ഉദാഹരണത്തിന് പറയുന്നതാണ്. ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് നമ്പർ നോക്കിയാണ് 1 0 0 8 കുട്ടി വന്ന് അപ്പച്ച മറി ഈസ് ലുക്കിംഗ് കെയർഫുൾ. ലോട്ടറി ടിക്കറ്റ് ഭാഗ്യം വരാൻ പോകും. Or inspect curiously. ഒരു 20 പേരുടെ സ്വർണ്ണമാല ഇവിടെ മണ്ണിൽ വീണു. അപ്പോഴാണ് ഒരു ലോഡ് മണ്ണടിച്ചത്. നാക്കുകൊണ്ടും വാ കൊണ്ടും മണ്ണ് പല്ലുകൊണ്ടും ഒക്കെ മാന്ത്രിയാണ്. കിട്ടിയ ഭാഗ്യം. ഇതാണ് വാക്ക് ലുക്ക് ഇൻടു. ഉറ്റുനോക്കുക. ലുക്ക് കെയർഫുള്ളി. ഇൻസ്പെക്ട് ക്യൂരിയസ്ലി. ഇതിനകത്ത് നോക്കിയാൽ ഒന്നുണ്ട് കിട്ടാൻ. നിക്ഷേപം, മുക്തം, പവിഴം, അതിനേക്കാളുമൊക്കെ വിലയുള്ളത്. നമ്മൾ യോബിൽ പഠിച്ചു. പണ്ടത്തെ കാലത്ത്, ഇന്നത്തെ എർത്ത് മൂവിംഗ് മെക്കാനിക്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് വള്ളികളിൽ തൂങ്ങി ആടും അവർ. ഭൂമിക്കടിയിൽ ചെല്ലും, പർവ്വതങ്ങളുടെ കീഴെ ചെല്ലും. രക്തങ്ങളും ഖനികളും അവർ കൊണ്ട് പുറത്തു വരും. യോബ് ചോദിച്ചു, ദൈവത്തിന് ഞാൻ എവിടെ നിന്ന് കിട്ടും? കുഴിച്ചെടുത്താൽ കിട്ടുന്നതല്ല. ഇന്നത്തെ എർത്ത് മൂവിംഗ് സിസ്റ്റം ഒന്നും മെഷീൻസ് ഒന്നും ഇല്ലാതിരുന്നപ്പോൾ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ കൊണ്ട് ജീവിച്ച കാലം. മണ്ണവർ തുരക്കും. ആവിയുണ്ട്, ഗ്യാസുണ്ട് അകത്ത്, നീർച്ചാലുകളുണ്ട്, അതൊക്കെ അവർ അടയ്ക്കും ചെളികൊണ്ട്. ഈ വള്ളി 2 കമ്പിന്റെ അറ്റത്ത് വള്ളി കമ്പ് കെട്ടിയിട്ട് നടക്കും. വള്ളി കൊണ്ട് അരയിൽ കെട്ടി തൂങ്ങും. ഇറങ്ങും, പർവ്വതത്തിന്റെ അടിയിലിറങ്ങും. യോബ് 28 വായിച്ചു നോക്കിയാൽ മതി. 6500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം. അവരെങ്ങനെ നിക്ഷേപങ്ങളെ കുഴിച്ചെടുക്കും. ഇതേപോലെ കുഴിച്ചാൽ കിട്ടും ദൈവനത്തിൽ നിന്ന്. പക്ഷെ അതേ സമയത്ത് ഇവിടെ പറയുന്നത് അവൻ എങ്ങനെയുള്ളവനല്ല, കേട്ട്. ഒന്നുകൂടെ വായിക്കാൻ 23 മുതൽ ഒന്ന് വായിക്കാൻ. യാക്കോബ്, ജെയിംസ് chapter 1:23 onwards. കേൾക്കുന്നവനെങ്കിലും എന്തുകൊണ്ടാണ് വചനം കേട്ടിട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തത്? ദൈവം തന്നെ പറഞ്ഞു തരുന്നു. കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവിടെ നോക്കുക. അത് വാക്ക് ശരിക്കും ഗ്ലാൻസ് എന്നാണ്. നോക്കുക. ഒറ്റ നോക്കി ഇതിന് തമ്മിൽ ഭയങ്കരമായിട്ട് വ്യത്യാസമുണ്ട്. കണ്ണാടിയിൽ നോക്കുന്ന മനുഷ്യനോട് ഒക്കുന്നു എന്ന് പറഞ്ഞാൽ, നോക്കുക എന്ന് പറഞ്ഞാൽ, ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് കണ്ണോടിച്ചു പോവുക, സ്പർശിച്ചിങ്ങനെ സ്പർശിച്ചു പോവുക. ക്ഷണികമായ നോട്ടം, തിരക്കിൽ ക്ഷണം കൊണ്ടുള്ള നോട്ടം, പലതിന്റെ കൂട്ടത്തിലുള്ള ഒരു നോട്ടം, ലഘുവായിട്ടുള്ള ഓടിച്ചു നോട്ടം. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം, ഗ്ലാൻസ്. നിങ്ങളും ഞാനും പലപ്പോഴും ബൈബിൾ വായിക്കുന്ന അങ്ങനെയാണ്.
മേശപ്പുറത്ത് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുമ്പോഴാണ് ഓർത്തത് ബൈബിള് വായിച്ചില്ല. ഇതാണ് നമ്മുടെ വായന. എന്ത് ലഭിക്കും? ഞാൻ ഇന്നലെ വായനയിൽ ഇന്ന് വായിച്ചത് 2 ദിനവൃത്താന്ത അവസാനത്തെ 3 അധ്യായം 34, 35, 36. യോശിയാവ് എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ച് വായിച്ചു, പേടിച്ചു അത്ഭുതപ്പെട്ടു പോയി. അവിടെ പറയുന്ന യോശിയാവ് എന്ന രാജാവിനെ പോലെ ഇതിനു മുമ്പ് ദൈവത്തിന്റെ ന്യായപ്രമാണം ഇസ്രായേൽ രാജ്യത്തിൽ പുനഃസ്ഥാപിച്ച ഒരു രാജാവിന് മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനി പിന്നീടും ഉണ്ടായിട്ടില്ല. അവന്റെ കാലത്തുണ്ടായ പെസഹ ഒരു കാലത്തും ഇതൊരു പെസഹ ഉണ്ടായിട്ടില്ല. ദേവാലയം അറ്റകുറ്റപ്പണി നടത്തുന്ന സമയത്ത് അതിനകത്തുനിന്ന് പുസ്തകം കണ്ടെത്തും. ആ പുസ്തകം കണ്ടെത്തി വായിച്ചു കഴിയുമ്പോൾ വസ്ത്രം വലിച്ചു കയറും. ജനത്തെ മുഴുവൻ വിരിച്ചു കൂട്ടി രാവിലെ വൈകുന്നേരം വരെ ഈ ന്യായപ്രമാണം മുഴുവൻ വായിച്ചു കേൾപ്പിക്കും. ജനത്തെ കൊണ്ട് നിയമം ചെയ്യിപ്പിക്കും. ഈ പുസ്തക പ്രകാരം നമ്മുടെ രാജ്യത്തെ കാര്യം നടക്കണം. ദേശം മുഴുവൻ വെളിപ്പാക്കും. അശ്വര പ്രതിഷ്ഠകളും സ്തംഭങ്ങളും വിഗ്രഹങ്ങളും തുടച്ചു മാറ്റും. ദേശത്ത് യഹോവയുടെ ആരാധന വരുന്ന വാക്യം ഇതാണ്: ക്രമത്തിലായി. ദൈവത്തിന്റെ ആരാധന ക്രമത്തിലാക്കുന്നവൻ. ഇവനെ പോലെ ഒരു ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എരിവുണ്ടായിരുന്ന ഒരു രാജാവ് ഇതിന് മുമ്പുണ്ടായിട്ടില്ല, പിൻപുണ്ടായിട്ടില്ല എന്ന് 2 രാജാക്കന്മാർ 21-25 ഈ രാജാവിനെ കുറിച്ച് പറയും. പക്ഷെ അവിടെ ജീവിതം അവസാനം എതിരെ തെറ്റുപറ്റും. യുദ്ധത്തിന് പോകുന്ന വേറെ രാജാവുമായിട്ട് ദൈവത്തോട് ആലോചനയിലേക്ക് എടുത്തിറങ്ങും. അവൻ അമ്പ് കൊണ്ട് വീണ് മരിച്ചു പോകും. പക്ഷെ അവിടെ അവനെ കുറിച്ച് പറയുന്ന വാക്യം ആ 3 അധ്യായം വായിച്ചു. ജീവിതത്തിൽ വേറെ എന്ത് ജീവിച്ചിട്ട് എന്താ? ഇതാണ് ജീവിതത്തിൽ ഏറ്റവും നല്ലത്. കർത്താവിന്റെ സഭ ആ വിശുദ്ധന്മാർക്ക് നൽകിയ ഉപദേശം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവന്റെ സഭയിൽ എന്നെ അംഗമാക്കിയിരിക്കുന്നു. ഞാനിത് ഭദ്രമായി ഈ ഉപനിധി യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ, ആർക്കും വിട്ടുകൊടുക്കാതെ അടുത്ത തലമുറയിലേക്ക്, അനേക ജനങ്ങൾക്കേക്ക് ഞാനിത് പകർന്നു കൊടുക്കും. ഇതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ദ മിഷൻ ഓഫ് മൈ ലൈഫ്. അതായിരിക്കട്ടെ. കുറെ ആൾക്കാർ കൂടുന്നതിലല്ല. കർത്താവിന്റെ വിശുദ്ധമായ വചനം എന്നിൽ ഭദ്രമാണ്. The truth is deposited. I am the entrusted of the truth of God എന്ന് പറയാൻ കഴിയുന്ന ഉപദേശവിരുദ്ധമായ ഒരു ചെറിയ വ്യാഖ്യാനം പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ക്ലാരിറ്റി, അതാണ് നമുക്ക് വേണ്ടത്. അടുത്ത നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ ഇത്രയാണ് വിഷയം. ഇത്രയേ ഉള്ളൂ. Truth. Look carefully. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ നെഗ്ലക്ട് ചെയ്യില്ല. നമ്മുടെ അറ്റൻഷനിൽ നിന്ന് മാറിപ്പോകില്ല. Truth comes by the same method of study that is applied to other branches of knowledge. ഇപ്പൊ ജിജോയ്ക്ക് മെക്കാനിക്കൽ എഞ്ചിനീയർ റാങ്ക് ഉണ്ടായിരുന്നു. മറ്റു പല വിഷയങ്ങൾ പഠിച്ചു. നിങ്ങൾ പല കുട്ടികളും പല വിഷയങ്ങൾ പഠിക്കുന്നു. പഠിക്കാനായിട്ട് നിങ്ങൾക്കറിയാം, രാവിലെ 2 മണിക്ക് 3 മണിക്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കി കാല് വെള്ളത്തിൽ ഇറക്കി വെച്ച് എത്ര അധ്വാനിച്ചിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ബയോളജി ആകട്ടെ, സുവോളജി ആകട്ടെ, മാത്തമാറ്റിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, ബയോ കെമിസ്ട്രി ആകട്ടെ, മറ്റ് ഏത് സബ്ജക്റ്റ് ആകട്ടെ, ബ്രാഞ്ച് ഓഫ് നോളജ് ആകട്ടെ, ഏത് മെത്തേഡ് ഓഫ് സ്റ്റഡിക്ക് എത്രമാത്രം ഹാർഡ് വർക്ക് ആവശ്യമാണോ അത്രമാത്രം ഹാർഡ് വർക്ക് അതേപോലെ തന്നെ വേണം ദൈവത്തിന്റെ മുമ്പിൽ. വേറെ മാർഗമില്ല. God has no other truth to reveal. Truth contradictory അല്ല. അവിടെ ഇവിടെ പരിശോധിച്ച് അതിന്റെ അർത്ഥം കിട്ടും. പരിശോധിച്ച് നോക്കണം. വർഷത്തിൽ ഒരു തവണയെങ്കിലും ബൈബിൾ വായിക്കണം. വാശിയുണ്ടാകും. ബൈബിൾ വായിച്ചില്ലെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്ന് എഴുതി വെക്കണം മേശപ്പുറത്ത്. കഴിക്കാൻ എഴുന്നേറ്റ് പോകണം. പോയി ശാന്തമായിരുന്ന ബൈബിൾ 2 അധ്യായം വായിച്ചിട്ട് പിന്നെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ജീവിതത്തിൽ തീരുമാനം എടുക്കണം. യോശുവ തീരുമാനം എടുപ്പിച്ചു. നമ്മൾ ദൈവ ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് ചെയ്യും. ഒരു നിയമം ചെയ്യുന്നതോടെ ആവശ്യമാണ്. 5 കണ്ടീഷൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. യഥാർത്ഥ ഹെർമനൂട്ടിക്സ് നടക്കണമെങ്കിൽ, ഹെർമനൂട്ടിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്. അതായത് അർത്ഥപ്രകാശന വ്യാഖ്യാന രീതി. ദൈവത്തിന് വ്യാഖ്യാനിച്ച് കിട്ടണമെങ്കിൽ, ദൈവത്തിന്റെ അർത്ഥം പ്രകാശിപ്പിച്ച് കിട്ടണമെങ്കിൽ, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ കഴിയണമെങ്കിൽ 5 മിനിമം ക്വാളിഫിക്കേഷൻസ് എങ്കിലും വേണം ഒരു ദൈവത്തിനെ സംബന്ധിച്ച്. അത് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ വിഷയം ഇവിടെ പൂർണ്ണമാകുന്നില്ലെങ്കിൽ പോലും. ഒന്നാമത്, നമ്മൾ സത്യസന്ധരായിരിക്കണം. We need to be truthful. Spiritually and intellectually, a man must be honest. നമ്മുടെ ഇടപാടുകളിൽ കള്ളത്തുലാസ് ഉണ്ടോ? നമ്മുടെ ഇടപാടുകളിൽ ഏതെങ്കിലും ഡബിൾ മെഷർ ഉണ്ടോ? ഒരാൾ നമ്മളോട് പറയുന്ന വേറൊരാൾ പറയുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കൂട്ടിച്ചേർക്കുന്നവരാണോ? സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കൈയിടാറുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട കാര്യത്തിൽ ഹോണസ്റ്റ് ആണോ? ദൈവത്തിന് നമ്മൾ സംസാരിക്കുമ്പോൾ അനുസരിക്കുന്ന കാര്യത്തിൽ സത്യസന്ധരാണോ? കാരണം സത്യത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്.
നമ്മുടെ ജീവിതത്തിൽ സത്യത്തിന് സ്ഥാനമില്ല എങ്കിൽ, സത്യം നമ്മുടെ വായിൽ പറയുകയില്ല, പറയുന്ന മുഴുവൻ കള്ളമാണ്. നോ പോയിന്റ് ഓഫ് സ്റ്റഡി എന്ന് പറയും. വായിച്ചു കൂട്ടാമെന്നല്ലാതെ സത്യത്തിന്റെ ആത്മാവ് നിന്നോട് സമ്മതിക്കില്ല, എന്നോട് സമ്മതിക്കില്ല. ഞാൻ ധർമ്മശേഖരത്തിൽ നിന്ന് മോഷ്ടിക്കുന്ന ഒരാളാണെങ്കിൽ ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ബൈബിൾ. So first and foremost, the person should be honest before God. ദൈവത്തിന് മുമ്പിൽ അവന്റെ ജീവിതം കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. അത് കൈകാര്യം ചെയ്യുന്നതിനും സത്യസന്ധനായിരിക്കും. ഉള്ള കാര്യം ദൈവത്തോട് തുറന്നു പറയും. ഫസ്റ്റ്, സെക്കൻഡ്, ഫെയ്ത്ത് ഇൻ ദ ഇൻസ്പിറേഷൻ ഓഫ് സ്ക്രിപ്ചേഴ്സ്. ദൈവത്തിന്റെ വചനത്തെ ദൈവശ്വാസീയമാണ് എന്ന് ബോധ്യമുണ്ടായിരിക്കണം. ഇന്ന് ലോകത്തിൽ അനേകം ആൾക്കാർക്ക് ഇതില്ല. ഇത് വെറും പുസ്തകം പോലെയുള്ള കാഴ്ചപ്പാടാണോ? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അറിവ് കിട്ടണമെങ്കിൽ, അത് ശരിയായിട്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ, you should believe that this is the inspired word of God. Every word in the original Hebrew or Greek, ഒറിജിനൽ ഭാഷയിലെ വാക്കുകൾ വരെ ഇൻസ്പയർഡ് ആണ്. മാറ്റാൻ അവകാശമില്ല. ഒരു കമ്മിറ്റിക്കോ ഒരു സിനഡിനോ ഒരു കൗൺസിലിനോ വാക്കുകൾ ഈസി ആക്കാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. സോ ഡു യു ഹാവ് ഫെയ്ത്ത് in the inspired word of God? ഇത് ദൈവസ്വാസീയമാണ്. ആകാശ ഭൂമിയും ഒഴിഞ്ഞു പോയാൽ നിലനിൽക്കുന്ന ദൈവത്തിന്റെ വിശുദ്ധ വചനമാണ്. 3, ഇൻവെസ്റ്റിഗേഷൻ വിത്ത് ദ മെന്റൽ പവേഴ്സ്. ഇതൊക്കെ വാക്യങ്ങളുണ്ട് വേണമെങ്കിൽ. ആദ്യത്തേതിന് സദൃശ്യവാക്യം 2-ാം അധ്യായം യോഹന്നാൻ 7:17 ഹോണസ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ എഫേസ്യർ 4:25 നാം ശരീരത്തിലെ അവയവങ്ങളാണ്, അതുകൊണ്ട് അന്യോന്യം എന്ത് പറയരുത്. കാരണം എന്റെ തല എന്റെ കാലിനോട് പറയുന്നു നീ ചവിട്ടാൻ പോകുന്നത് കമ്പിളി പുതപ്പിലാണ്. പക്ഷെ വാസ്തവത്തിൽ മുമ്പിൽ കിടക്കുന്നത് തീക്കുണ്ടമാണ് മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ എന്റെ ബ്രെയിന് എന്റെ കാലിനോട് കള്ളം പറഞ്ഞിട്ട് പറയുന്നു ദിസ് ഈസ് നത്തിങ് ഓൺലി റോസ് ഫ്ലവേഴ്സ്. ഞാൻ എന്റെ സ്വന്തം ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ കള്ളം പറഞ്ഞാൽ എന്റെ അവയവങ്ങൾ തകരും, ഞാൻ നശിക്കും. നാം ഓരോരുത്തരും പരസ്പര ശരീരത്തിൽ എന്താണ്? അവയവങ്ങളാണ്. ഒരു സഹോദരന്റെ സഹോദരിയോട്, ഒരു സഹോദരി വേറെ സഹോദരനോട് ഏതെങ്കിലും കാര്യം കള്ളം പറഞ്ഞാൽ ആ ശരീരത്തിലുള്ള അപവിഗ്രഹങ്ങളാണ് പോകുന്നത്. എഫേസ്യർ 4:25 ശ്രദ്ധിക്കുക. അതുകൊണ്ട് സത്യം വളരെ പ്രധാനമാണ്. 2, ഫെയ്ത്ത് ഇൻ ദ ഇൻസ്പിറേഷൻ ഓഫ് ദ സ്ക്രിപ്ചർ. നമുക്കറിയാം യോഹന്നാൻ 20:30-31 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലാതെ മറ്റനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ശിഷ്യന്മാർക്ക് കാണുക ചെയ്തു. എന്നാൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിന്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന്. 2 പത്രോസ് 1-ാം അധ്യായം 19-21 ഉറപ്പായ വചനം, സ്ഥിരമായ വചനം നമുക്കുണ്ട്. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ടുണ്ട്. 2 Peter 1:18-21. മൂന്നാമതായിട്ട് ലൂക്കോസ് 10-ാം അധ്യായം 38-42 വരെ യേശുവിന്റെ കാൽക്കീഴുന്ന സ്ത്രീ ആരായിരുന്നു? മറിയ. മാർത്തേ നീ പലതിച്ചു വിചാരപ്പെടുന്നു. മറിയ യേശുവിന്റെ കാൽക്കീഴുന്നു. യേശു ഭവനത്തിൽ കടന്നു വന്ന സന്ദർഭം മറിയ അത് ഉപയോഗിച്ചു യേശുവിന്റെ കാൽക്കീഴുന്നു. സോ മൂന്നാമത് നമുക്കുണ്ടായിരിക്കേണ്ടത് ഇൻവെസ്റ്റിഗേഷൻ വിത്ത് മെന്റൽ പവേഴ്സ്. പ്രവർത്തികൾ 17:11 കൊറോവയിലുള്ളവർ ഉത്തമ, തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. കാരണം അവർ ദൈവവചനം കേൾക്കുക മാത്രമല്ല അങ്ങനെ തന്നെ നിരവധി പരിശോധിച്ചു. 2 തിമോഥെയോസ് 2:15 നമ്മൾ കണ്ടു, ദൈവം യഥാർത്ഥമായി പ്രസംഗിച്ചു. നമ്മുടെ മനസ്സ് ഉപയോഗിക്കണം, മെന്റൽ പവേഴ്സ് ഉപയോഗിക്കണം. 3, 4 വില്ലിംഗ്നെസ് ടു അസർടൈൻ. അറിയാനുള്ള മനസ്സ് വേണം. അതാണ് യോഹന്നാൻ 7:17 ദൈവവചനം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ മനുഷ്യരിൽ നിന്നുള്ളതോ അറിയുമെന്ന് പറഞ്ഞു. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 10-12 വരെ സത്യം അറിയുകയും സത്യം കൈക്കൊള്ളാതെ ഇരുന്നതുകൊണ്ട് എന്തിന്റെ ആത്മാവിനും പോസ്റ്റിന്റെ ആത്മാവിനും. ഇതെല്ലാം 3 പറയും. ലാസ്റ്റ് പ്യുവർ മൈൻഡ്, നിർമ്മലമായ മനസ്സ്. തീത്തോസ് 1:5 മത്തായി 5:8 ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധമായി തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, പൊടിമറകൾ ഉണ്ടാകാം. പക്ഷെ ബൈബിൾ തുറക്കുന്നതിന് മുമ്പ്, ദൈവത്തിന്റെ ശബ്ദം ശ്രമിക്കാനിരിക്കുന്നതിന് മുമ്പ് ഭാര്യമാർ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോയി സോറി പറയും. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് എന്തുവരും? മുടക്കം വരും. അനുഗ്രഹം തടയപ്പെടും. ഇത് സാധാരണ പുസ്തകമല്ല, ഇത് ദൈവത്തിന്റെ വിശുദ്ധമായ വചനമാണ്.
നമ്മുടെ മനസ്സ് ശുദ്ധ ഹൃദയം, നല്ല മനസ്സാക്ഷി, നല്ല നിർമ്മലമായ വിശ്വാസം, അത് ആവശ്യമാണ്. മനസ്സ് പ്യൂറാക്കി വെക്കുക. അപ്പൊ 5 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, സത്യസന്ധത. എല്ലാ മേഖലകളിലും I should be honest. എന്റെ പാപത്തെ ഡീൽ ചെയ്യുന്നതിലും ഞാൻ എക്സ്ക്യൂസും ജസ്റ്റിഫിക്കേഷൻ നിരത്താതെ ഞാൻ സത്യസന്ധനായിരിക്കണം. 1. 2, എന്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ദൈവസ്വാസ്ഥീയമായ ദൈവത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥമാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരിക്കണം. 3, ദൈവത്തിന് വായിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പരിശോധിക്കാനുള്ള മനസ്സുണ്ടാകണം. വെറുതെ വായിച്ചു പോവുകയല്ല, പരിശോധിച്ച് നോക്കണം. 4, അത് അറിയാൻ, ദൈവ ഇഷ്ടം അറിയാൻ, അനുസരിക്കാനുള്ള മനസ്സ്, അറിയാനുള്ള മനസ്സ് എനിക്കുണ്ടായിരിക്കണം. അവസാനമായി നല്ല മനസ്സ്. ഇല്ല, ഏകദേശം കണക്റ്റഡ് ആണ്. ചുരുക്കമായിട്ട് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമിൻസ് ആക്ഷൻ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് വ്യക്തി അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടാണ് വ്യക്തി അങ്ങനെ പെരുമാറിയത് എന്നുള്ള സയൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ലേറ്റസ്റ്റ് ആയിട്ട് ചരിത്രം കണ്ടുപിടിച്ചതാണ് മനഃശാസ്ത്രജ്ഞന്മാർ. മനുഷ്യ സ്വഭാവത്തിന്റെ ശാസ്ത്രം. പക്ഷെ ബൈബിൾ നേരത്തെ പറഞ്ഞു അവരുടെ ഇന്നർ മോട്ടീവ് അനുസരിച്ചാണ് അവൻ ഈ പെരുമാറിയത്. അവൻ ഇങ്ങനെ പെരുമാറിയത്, അവൻ ഇങ്ങനെ ബിഹേവ് ചെയ്തത്, ഇങ്ങനെ ആക്ട് ചെയ്തത്, ഇങ്ങനെ റിയാക്ട് ചെയ്തത്, ഇങ്ങനെ ഇരുന്നത്, ഇങ്ങനെ ചെയ്തതിന്റെ കാരണം അത് അവരുടെ ആറ്റിറ്റ്യൂഡ്. ചൂടിന്റെ അല്ല, കണ്ടില്ലാത്തതിന്റെ അല്ല, അടുത്തുന്ന കുട്ടി കരഞ്ഞതിന്റെ അല്ല. ഇതാണ് ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്. So we are looking into the attitude. What is our attitude? മറിയുടെ ആറ്റിറ്റ്യൂഡാണ്, ബറോവിലുള്ള ആറ്റിറ്റ്യൂഡാണ്, അതോ ഗ്ലാൻസ് ചെയ്യുന്ന വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ്, ഉച്ചു നോക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. ബലിയാമിനെ ബാരാക്ക് വിളിപ്പിച്ചു. കാരണം ഇസ്രായേൽ ജനങ്ങൾ പോകുന്നിടത്തെല്ലാം ജയിച്ചു വരികയാണ്. ഓഗിനെ തോൽപ്പിച്ചു, സീഹോനെ തോൽപ്പിച്ചു, അമ്മോനിയെ തോൽപ്പിച്ചു. ബാരാക്ക് പേടിച്ചു, ഇവർ നമ്മളെയും തോൽപ്പിക്കും. ഇവിടെ ബലിയാമിനെ, ബെത്തോറിൽ നിന്ന് ബലിയാമിനെ വിളിപ്പിച്ചു, സമ്മാനങ്ങളൊക്കെ വിളിപ്പിച്ചു. ആദ്യം പോകില്ലെന്നൊക്കെ പറഞ്ഞു. സമ്മാനങ്ങളെ കണ്ടപ്പോൾ ദ്രവ്യാഗ്രഹ ബലിയാം പറയപ്പെട്ടു. ദൈവത്തിന് ഇവൻ പൈസ കൊടുത്താൽ എങ്ങോട്ടും ചെയ്യുമെന്ന് ദൈവം പറഞ്ഞു, ഈ പൊക്കോ, പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് മാത്രമേ പറയാൻ പാടുള്ളൂ. ദൈവത്തിന് ദേഷ്യമൊന്നും പോകുന്നുണ്ട്. പല പ്രാവശ്യം തടഞ്ഞു നോക്കി. ഇസ്രായേലിനെ ശപിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ഇവർ അവസാനം എന്താ ചെയ്ത് അവസാനിപ്പിക്കുന്നത്? അനുഗ്രഹിച്ച് അവസാനിപ്പിക്കും. ദൈവം പറഞ്ഞു, യു cannot curse my people. എന്റെ ജനത്തിന് കേസ് ചെയ്യാൻ പറ്റില്ല. 7 സാക്രിഫൈസ് നടത്തി നോക്കും ബാരാക്ക്. എന്നിട്ട് നോക്കും അവസാനം ബാരാക്ക് പറയും, നീ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട, നീ പോയി കിട്ടിയാണ്. അപ്പോഴാണ് ബാലാം ഇങ്ങനെ ഒരു സെന്റൻസ് പറയാം. 22-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലെ സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ ബാരാക്ക് പറയുന്ന സെന്റൻസ് ഇതാണ്. 23-25 പെട്ടെന്ന് വായിച്ചു. 23-25 സംഖ്യാപുസ്തകം 23-25. അപ്പോൾ ബാലാക്ക് ബിലിയാമിനോട് അവരെ ശപിക്കുകയും വേണ്ട, അനുഗ്രഹിക്കുകയും വേണ്ട എന്ന് പറയും. ബിലിയാം ബാലാക്കിനോട് ഇത് ശ്രദ്ധിക്കുക. ബിലിയാമിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അവസാനം ഇത്ര അനുഭവത്തിലൂടെ ദൈവത്തിനെതിരെ പ്രവർത്തിക്കാൻ പറ്റുന്ന മനസ്സിലാക്കിയപ്പോൾ ബിലിയാം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. എന്താണ്? യഹോവ കൽപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും. യഹോവ കൽപ്പിക്കുന്നതൊക്കെയും ഞാൻ ചെയ്യും. All that Jehovah speaketh, that I must do. അതൊന്ന് ക്രോസ് ആയിട്ട് കീറി മുറിച്ച് പഠിച്ചു നോക്കണം. യഹോവ കൽപ്പിക്കുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്നൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് സെൽഫ് സറണ്ടർ ഉണ്ട്. അതായത് ദൈവം കൽപ്പിക്കുന്നതൊക്കെ. ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രിട്ടിക്കൽ ലിസണിംഗ് ഉണ്ട്. ദൈവം കൽപ്പിക്കുന്നതൊക്കെ. അപ്പോ കൽപ്പിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? കേൾക്കണം. 3, ആറ്റിറ്റ്യൂഡ് ഓഫ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. ഞാനുണ്ട്. ആറ്റിറ്റ്യൂഡ് ഓഫ് ഗുഡ് കോൺഷ്യൻസ്. ഞാൻ ചെയ്യും, നിർബന്ധമായി ചെയ്യും. ആറ്റിറ്റ്യൂഡ് ഓഫ് ആക്ടിവിറ്റി. അതൊന്നും ചെയ്യുമെന്നാണ്. യഹോവ കൽപ്പിക്കുന്നൊക്കെ ഞാൻ നിർബന്ധമായി ചെയ്യും. അതായിരിക്കട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. മറ്റൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. യഹോവ കൽപ്പിക്കുന്നൊക്കെയും ചെയ്താലും എന്തായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്? ഞാൻ ഒന്നിനും കൊള്ളരുതാത്ത എല്ലാം ചെയ്താൽ നമ്മൾ ആരും ഇവിടെ എത്തില്ല. യഹോവ കൽപ്പിക്കുന്നൊക്കെയും ചെയ്താൽ ലൂക്കോസ് 17 പറയും നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം? ഞാൻ ഒന്നിനും കൊള്ളരുതാത്ത അവസ്ഥ. ഇന്നത്തെ ബൈബിൾ വായിച്ചു. ദൈവത്തിന് ആഗ്രഹമുണ്ട് നമുക്ക് അറിയണം. ദൈവത്തിന് ആഗ്രഹമുണ്ട് നമ്മളത് ഉപയോഗിക്കണം. നമുക്കത് തട്ടിയല്ല, ഒരിക്കലും മറന്നിരിക്കുന്നില്ല. മറച്ചു വെക്കാനാണെങ്കിൽ ഇത് തിരികെ പ്രാർത്ഥിക്കുക. ദൈവങ്ങളിലേക്ക് നമ്മുടെ മനോഭാവത്തോടുകൂടി സമർപ്പിക്കുക. നമ്മുടെ ബാക്കി പ്രവർത്തികളല്ല, ആ പ്രവർത്തിയുടെ പിന്നിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മൊത്തം എല്ലാത്തിനും
നമുക്കൊരു മനോഭാവം. അവിടെയാണ് ചികിത്സ. That should be treated. നമുക്ക് തീത്തോസ് പറഞ്ഞതുപോലെ നല്ല മനസ്സാക്ഷി, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിർവ്യാജ സ്നേഹം, അതിൽ നിന്ന് ഉത്ഭവിക്കണം സ്നേഹം ദൈവത്തോടും ദൈവമക്കളോടും. അവിടെ ബ്ലെസ്സിങ്സ്, അവിടെയാണ് അഹ്റോന്റെ താടിയിലേക്ക് നീണ്ടു നിൽക്കുന്ന താടിയിലേക്ക് അനുഗ്രഹത്തിന്റെ പ്രവാഹം വരുന്നത്. അവരാണ് കേട്ട് മറക്കാത്തവർ, ആചരിക നട്ടിരിക്കുന്ന വൃക്ഷത്തിന് സമാനമായവർ. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും.